ഇന്നേ ഞാനൊരു മീൻകറി ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞാണ് എൻ്റെ അമ്മേൻ്റെ അടുത്ത്. ഓക്കെ എന്ന് പറഞ്ഞിട്ട് എൻ്റെ അമ്മയ്ക്ക് ചട്ടി അടുപ്പത്ത് വെച്ചെന്ന് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചെന്ന് എല്ലാം സെറ്റാക്കി തന്നിട്ടാണ് മുപ്പത്തേര് പോയത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഫസ്റ്റ് ടൈമാണ് മീൻകറിയുമെന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മൾ വലുതാകുമ്പോൾ നമ്മളതൊക്കെ പഠിക്കണമല്ലോ. അങ്ങനെ ഞാൻ ഈ മീൻകറി യൂട്യൂബിൽ നോക്കിയിട്ട് ഒരു കല്യാണ മീൻകറി ഉണ്ടാക്കാമെന്നുള്ളൊരു പ്ലാനാണ് എനിക്ക്. അങ്ങനെ അതിൽ അതേപോലെ ഉലുവിട്ടിട്ട് ഞാൻ കടുകിടാന്നപ്പോഴാണ് നിങ്ങൾ ആ കേട്ട ഡയലോഗ് കേട്ടത്. ഇതൊക്കെ കഴിഞ്ഞിട്ട് ഉള്ളി വഴറ്റിയിട്ട് തക്കാളി ഇടണില്ലേ എന്ന് ഉമ്മ ചോദിച്ചപ്പോൾ തക്കാളി ഇടണില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. അതിന് ശേഷം എന്താ നടന്നതെന്ന് കറക്റ്റ് എനിക്കറിയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇമ്മക്ക് തക്കാളി ഇടാത്ത മീൻകറി വേണ്ടാന്ന്. അപ്പോൾ പിന്നെ ഞാൻ എന്ത് ചെയ്തു, എല്ലാ സാധനവും ഉമ്മ കൊടുത്തിട്ട് നിങ്ങൾ ഉണ്ടാക്കിക്കോളൂ, ഞാൻ വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞ് ഞാൻ തോറ്റു കൊടുത്തിട്ടാണ്. സാധാരണ ഞാൻ വൈകുന്നേരമാണ് ഫുഡ് ഉണ്ടാക്കാൻ കയറില്ല. പക്ഷേ ഇന്ന് എന്തോ ഒരു കുരിഷ്ട പിടിച്ച ദിവസമായതുകൊണ്ടെന്ന് ഞാൻ പിന്നെ രാവിലെ തന്നെ കയറിയിട്ട് ഉമ്മാനെ സഹായിക്കാന്ന് വെച്ചിട്ട് മീൻകറി മീൻ പൊരിച്ചൊക്കെ ഉണ്ടാക്കി തരാമെന്നൊക്കെ പറഞ്ഞത് ഏനും. പക്ഷെ ഇതിങ്ങനെ തല്ലു പിടിക്കുമെന്ന് എനിക്കറിയാം. റെസിപ്പി അവിടെ ചോദിക്കാൻ നമ്പർ അയച്ചിരുന്നത്. അവസാനം ഞങ്ങൾ തെറ്റി പിരിഞ്ചു ഗൈസ്. എന്നാലും കുഴപ്പമില്ല. അപ്പുറത്തെ സൈഡിൽ ഞാൻ മീൻ പൊരിക്കാന്നൊക്കെ പറഞ്ഞിട്ട് ഉമ്മാൻ്റെ അടുത്ത് വാക്കൊക്കെ പറഞ്ഞു വെച്ചിരിക്കണം. അപ്പം ഇന്നത്തെ മീൻകറി ഉമ്മാൻ്റെ വകയാണെങ്കിലും മീൻ പൊരിച്ചത് എൻ്റെ വകയാണ്. ട്വിസ്റ്റ് എന്താണെന്ന് വെച്ചാൽ ഞാൻ അപ്പുറത്ത് മീൻ പൊരിച്ചപ്പോൾ നല്ലൊരു സ്മെല്ല് വന്നു. അപ്പോൾ ഉമ്മ പറയാം അതിൻ്റെ മീൻകറീൻ്റെ ആണ്. അങ്ങനെ ഞങ്ങൾ തല്ല് പിടിച്ചു. ശരിക്കും കിച്ചൺ ഇതല്ല, കിച്ചൺ അപ്പുറത്താണ്, നമ്മളിത് മാറ്റിയതാണ് കുറച്ച് വെളിച്ചം കേട്ടാൽ വേണ്ടി. അപ്പോൾ ഓക്കേടാ, അസ്സലാമു അലൈക്കും.